ഹലോ, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇപ്പം സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ലൊരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. അപ്പം നമുക്ക് ഒരു 7:30 8 മണി ആകുമ്പോഴേക്കും ഒരു ക്ലിനിക്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അപ്പോഴേക്കും തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം ഇന്ന് മോന് ക്ലാസ്സിലുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ ഭക്ഷണം എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ മോൻ പോകുന്ന സമയമാകുമ്പോഴേക്കും വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവൻ ഭക്ഷണം കഴിക്കാണ്ട് പോകേണ്ടി വരില്ലേ. അപ്പം ഞാൻ 7:30 7:45 ആകുമ്പോഴേക്കും തന്നെ നമുക്ക് എല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ എഴുന്നേറ്റ് ചോറിനുള്ള വെള്ളം വെച്ചു, അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അപ്പോഴേക്കും തന്നെ മറ്റേ അടുപ്പത്ത് ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകി അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഇഡ്ഡലി കോരി ഒഴിച്ച് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു അടുപ്പത്തിരുന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ചട്നി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തലേദിവസം ഞാൻ കുറച്ച് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ പരിപ്പ് കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് പച്ചപ്പയർ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കി എടുക്കണം. അപ്പം നമ്മൾ ഈ സമയത്ത് ചട്നിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇഡ്ഡലി ഒരു ബാച്ച് വെന്തു. അപ്പോൾ അതിന് ചൂടാറാനായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അടുപ്പത്തായിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ചീൻചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം പയർ തോരൻ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ചട്നി കാച്ചാനുള്ള കുഞ്ഞ് പാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുഞ്ഞൊരു ഹോളായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഞാൻ ഒഴിക്കണില്ല. പക്ഷേ ചെറിയൊരു ഹോളായ കാരണം കുറച്ച് നേരം വേണം അതിൽ നിന്ന് വെളിച്ചെണ്ണ കുറച്ചായിട്ട് വരാനായിട്ട്. അത് വെളിച്ചെണ്ണയ്ക്കും ചൂടായി വന്നപ്പോൾ ചെറുള്ളി ചതച്ചതും പച്ചമുളക് കാന്താരി മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചതച്ചതും കറിവേപ്പിലയിട്ട് അപ്പോൾ അത് ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ അടുപ്പത്ത് കടുകും നമുക്ക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം അരച്ചെടുത്ത ചട്നി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ചട്നിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതേ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ 2 കറിവേപ്പില കൂടിയിട്ട് ചട്നിയിലേക്ക് ഒഴിച്ച് അതൊന്ന് കാച്ചിയെടുത്തു. അപ്പോഴേക്കും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയിട്ട് അപ്പോൾ ചതച്ച മുളക് ഞാൻ പിന്നെ പൊടി ചതച്ച് വെച്ചിട്ടില്ല. അപ്പോൾ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ടു. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞെടുത്തുള്ള പച്ചപ്പയറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോഴേക്കും രണ്ടാമത്തെ ബാച്ച് ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലാക്കി, അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുളകും ഉപ്പും ഒക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് നന്നായി ഇളക്കി തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി പയർ തോരനും കൂടി റെഡിയാക്കിയാൽ മതിയാവും. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ബീഫ് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി വരുമ്പോഴേക്കും അവന് പോകേണ്ട നേരമായി ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് എടുത്ത് കഴിച്ചിട്ട് സ്കൂളിൽ പോവാം. അപ്പോൾ ഇത് ഇഡ്ഡലിയൊക്കെ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് ബീഫ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ പയർ തോരനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയൊന്ന് മൂടി തുറന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബീഫ് ഞാൻ ചെറിയ തീയിലാക്കി അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോനാണെങ്കിൽ നന്നായിട്ടത് മൊരിഞ്ഞ് വരണം വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ അതങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയർ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഫാക്കി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി ഭക്ഷണം കഴിക്കണ നേരം ആകുമ്പോഴേക്കും ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോന് പരിപ്പ് കറിയൊന്നും കൂട്ടില്ല. അപ്പോൾ നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അത് ചൂടാക്കാൻ മതിയാവും. അപ്പോൾ അതേ കാലത്ത് ഒരുവിധം പണികളൊക്കെ ഒതുങ്ങി, ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫൊക്കെ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ കുളിച്ച് റെഡിയായി നമ്മൾ പോവാണ്. അപ്പോൾ അപ്പോയിൻമെൻ്റൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ട്രാഫിക് ആയതുകൊണ്ട് തന്നെ ഒരിച്ചിരി നേരം വൈകി എത്തുമ്പോൾ, പക്ഷേ ക്ലിനിക്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോരണം. അപ്പോൾ വരുമ്പോൾ കൊള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാലത്ത് പോകുമ്പോൾ നേരമില്ലാത്ത കാരണം. അപ്പോൾ അതൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് വീണ്ടും ഒന്ന് ഫ്രഷായി എന്നിട്ട് കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകിട്ട് കൊള്ളിയൊക്കെ നന്നാക്കിയെടുത്ത് അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ കൊള്ളി നന്നാക്കി കുറച്ച് നേരം ഞാനൊന്ന് ഉപ്പും വെള്ളത്തിലിട്ട് വെക്കൂട്ടാ. എന്നിട്ടാണ് ഇത് കഴുകിയെടുക്കാറുള്ളത്.
അപ്പോൾ ദേ കൊള്ളി നന്നാക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കൊള്ളി. അപ്പോൾ ഇനി ആ തോലൊക്കെ ഞാൻ ചെടിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ വലിയ ചെടികൾക്ക് മറ്റേ ചെത്തിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുത്ത് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എന്നിട്ട് ആണ് നമ്മൾ കൊള്ളിയൊക്കെ നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നത്. പിന്നെ അതേ കൊള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളി ഒന്ന് തിളച്ച് വരുമ്പോൾ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുക കൊള്ളി. അപ്പോഴേക്കും കൊള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ചെറിയ ഉള്ളിയും കാന്താരിമുളകും പുളിയും ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കൊള്ളി നന്നായി വെന്ത് വന്നപ്പോൾ അതേ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം അപ്പുറത്ത് നമ്മൾ കട്ടനും വെച്ചിട്ടുണ്ട്. ഇന്ന് വാങ്ങിച്ചിട്ടുള്ള കൊള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ കിട്ടുന്ന കൊള്ളി അധികം വെവാറില്ല. വെവാണ്ട് ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്ന കൊള്ളിയായിരിക്കും കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഇന്നത്തെ കൊള്ളി നല്ല കൊള്ളിയായിരുന്നു. അതുപോലെ അതിലേക്ക് നല്ല കാന്താരിമുളകും ചെറിയ ഉള്ളിയും പുളിയും ഉപ്പൊക്കെ കൂട്ടി ഉള്ള കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുള്ള നല്ല ചമ്മന്തിയും പിന്നെ കട്ടൻ ചായയും. അപ്പോൾ അതേ നമ്മൾ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ബാൽക്കണിയിൽ ചെന്നിരുന്ന് കഴിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല സുഖമാണ്. ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞ് നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. കൊള്ളിയും ചമ്മന്തിയും നല്ല ചൂടുള്ള കട്ടനും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.